ഇന്ന് ഞാനില്ലേ ഒരു പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കപ്പ അരിഞ്ഞ് പിന്നെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം കേട്ടോ. കപ്പ വേവുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് ഒരു 3-4 ചുവന്നുള്ളി, 2-3 പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തേങ്ങാപ്പാൽ. ഇതിനകത്ത് വെള്ളം കൂട്ടണം കേട്ടോ. ഞാൻ വെള്ളം കൂട്ടിയിട്ടില്ല. ഇത്ര സാധനങ്ങൾ വേണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഒരു താളിപ്പും കൂടെ വേണം. അത് അന്നേരം കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. വല്ലാണ്ട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ എൻ്റെ കപ്പ നന്നായിട്ട് വെന്ത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയൊരു പീസ് വേണ്ട, ഒരു ചെറിയൊരു പീസ് വെണ്ണ ഇട്ട് കൊടുക്കാവേ. അത് അലത്തോളൂ ഇതിനകത്ത് ഇടുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഈ കപ്പയ്ക്ക് സ്വല്പം കളർ വ്യത്യാസമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായി കപ്പ വാങ്ങിയിട്ട്. അപ്പം ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കപ്പ നന്നായിട്ട് പൊടിയണം കേട്ടോ. പാൽക്കപ്പ എന്ന് വെച്ചാൽ തന്നെ നമ്മളിങ്ങനെ ശരിക്കും കോരി കുടിക്കുന്ന പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. അത് ചൂടാവട്ടെ. ചൂടാക്കി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിപ്പാലാണ് കേട്ടോ. ഇത് 1-ാം പാലും 2-ാം പാലും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഒഴിച്ചുകൊണ്ടിട്ട് ഇനി തിളക്കാൻ പാടില്ല. എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ തിള വരുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതൊന്ന് ഇരുന്ന് കുറുകും കേട്ടോ. തിള വന്ന് കഴിയുമ്പോഴത്തേക്കും പേടിക്കേണ്ട, ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അത് ചട്ടിയുടെ ചൂടും കപ്പയില ഇതും കൂടി ആകുമ്പോഴത്തേക്കും നല്ല വെള്ള കളറിലിരിക്കേണ്ടതാണിത്. പക്ഷേ ഇത് കപ്പ ശരിയല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ അത്. ചട്ടി തീരെ ചെറിയ ചട്ടിയായിപ്പോയി, ഇളക്കാനും പറ്റുന്നില്ല. ഇളക്കുമ്പോൾ പാലെല്ലാം കൂടി താഴോട്ട് വീണു. പെട്ടെന്ന് അടുക്കി പിടിക്കും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാന്താരിയാണ് ഇതിനകത്ത് ചതച്ചിട്ടത്. അപ്പോൾ എരിവ് ഭയങ്കരമായിപ്പോയി. ഇത്തിരി എരിവെള്ളമാണ് നല്ലത്, അത് കാര്യം വേറെ. നമുക്കിപ്പോൾ ഈ പരുവത്തിൽ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ് പുട്ട്, പിന്നെ പാൽപുട്ട് ഒക്കെ ഞാൻ ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസങ്ങൾക്ക് മുൻപ് ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇത് വീണ്ടും ട്രെൻഡായി തുടങ്ങിയിട്ടുണ്ട് പാൽക്കപ്പ. അപ്പോൾ അതൊന്നും ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ. മാത്രമല്ല കപ്പ ഇവിടെ ഇരിപ്പുണ്ട് തരും, എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് രാവിലത്തേക്ക് ഇതെടുക്കാം. ഒന്ന് തിള വരട്ടെ കേട്ടോ. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം. തിള വന്നോട്ടെ. സൈഡിൽ നിന്നെല്ലാം തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി താളിച്ചൊഴിക്കണതിനകത്ത് കാണിക്കാം. ഒരു ചട്ടിയുടെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണതിനകത്ത്.
വെളിച്ചെണ്ണ എടുക്കട്ടെ കേട്ടോ. ചട്ടി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഭയങ്കര ചുമന്ന കളർ വരണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ പാൽക്കപ്പ റെഡി കണ്ടോ. എല്ലാവരും വെച്ച് നോക്കട്ടോ. നല്ല എളുപ്പമുള്ള പരിപാടിയല്ലേ ഇത്. എളുപ്പമുള്ള പരിപാടി, വലിയ ചിലവുമില്ല. ഒരു അരമുറി തേങ്ങ. അപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അരമുറി തേങ്ങ മതി. അല്ലെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു മുറി തേങ്ങ അല്ല, ഒരു തേങ്ങയാവുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഈ കളർ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കപ്പ 3-4 ദിവസമായ കപ്പയാണ്. നല്ല വേകുന്ന കപ്പ. അതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നില്ല. എന്നാൽ പിന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാനെന്നാൽ വെക്കട്ടെ. എന്നാൽ നമുക്ക് അടുത്ത എന്തെങ്കിലും നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ അടുത്ത ദിവസം വരാം കേട്ടോ.